+2 തുല്യത ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിൽ ലാസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നത് ജോൺ ബോയിൻടൺ പ്രീസ്റ്റ്ലിയുടെ മദേഴ്സ് ഡേ എന്ന ഡ്രാമയാണ്. നമുക്കിന്ന് മദേഴ്സ് ഡേ എന്ന ഡ്രാമ ഡിസ്കസ് ചെയ്യാം. മദേഴ്സ് ഡേ എന്ന ഡ്രാമയുടെ ഓഥറെ പരിചയപ്പെടാം. ജോൺ ബോയിൻടൺ പ്രീസ്റ്റ്ലി JB പ്രീസ്റ്റ്ലി വാസ് ആൻ ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ്, നോവലിസ്റ്റ്, പ്ലേ റൈറ്റ്, സ്ക്രിപ്റ്റ് റൈറ്റർ, സോഷ്യൽ കമൻറ്റേറ്റർ, മാൻ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ബ്രോഡ്കാസ്റ്റർ. JB പ്രീസ്റ്റ്ലി ഒരു ഇംഗ്ലീഷ് ഉപന്യാസകാരനും നോവലിസ്റ്റും നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, സാമൂഹിക നിരൂപകൻ, അക്ഷരങ്ങളുടെ മനുഷ്യൻ, പ്രക്ഷേപകൻ എന്നീ മേഖലകളിൽ നിലകൊണ്ടിരുന്നു. ദി ഫസ്റ്റ് മേജർ സക്സസ് കെയിം വിത്ത് എ നോവൽ ദി ഗുഡ് കമ്പനീസ്. ആദ്യത്തെ പ്രധാന വിജയം ദി ഗുഡ് കമ്പനീസ് എന്ന നോവലിലൂടെയാണ് ലഭിച്ചത്. ദി പ്ലേ മദേഴ്സ് ഡേ ഫോക്കസസ് ഓൺ ദി കൺസെപ്റ്റ് ദാറ്റ് ദി മദർ ഹൂ സ്റ്റേസ് അറ്റ് ഹോം ഹാസ് എ മോർ ലെഷർലി ലൈഫ് ദാൻ ദോസ് ഹൂ വർക്ക് ഔട്ട്സൈഡ് ദ ഹൗസ്. മദേഴ്സ് ഡേ എന്ന നാടകം വീട്ടിൽ കഴിയുന്ന അമ്മയ്ക്ക് വീടിന് പുറത്ത് ജോലി ചെയ്യുന്നവരെക്കാൾ വിശ്രമകരമായ ജീവിതമാണെന്ന ആശയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മദേഴ്സ് ഡേ എന്ന ഡ്രാമയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. ദി പ്ലേ ഈസ് എ ഹ്യൂമറസ് പോർട്രയൽ ഓഫ് ദി പ്ലൈറ്റ് ഓഫ് എ മദർ ഇൻ ഹെർ ഓൺ ഫാമിലി. സ്വന്തം കുടുംബത്തിലെ ഒരു അമ്മയുടെ ദുരവസ്ഥയുടെ നർമ്മ ചിത്രീകരണമാണ് ഈ നാടകം. We can see how the family reacts when the mother tries to stand up for her rights. അമ്മ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കുമ്പോൾ കുടുംബം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. മദേഴ്സ് ഡേയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. മിസ്സസ് ആനി പിയേഴ്സൺ, ജോർജ് പിയേഴ്സൺ, ഡോറിസ് പിയേഴ്സൺ, സിറിൽ പിയേഴ്സൺ, മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. ആകെ 5 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ് ഈ മദേഴ്സ് ഡേ എന്ന ഡ്രാമയിൽ ഉള്ളത്. മദേഴ്സ് ഡേ എന്ന ഡ്രാമയുടെ സമ്മറിയിലേക്ക് കടക്കുകയാണ്. മദേഴ്സ് ഡേ എന്ന ഈ പാഠം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പരീക്ഷയിൽ. അതുകൊണ്ട് തന്നെ ഈ സമ്മറി വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മദേഴ്സ് ഡേ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേ റിട്ടൺ ബൈ JB പ്രീസ്റ്റ്ലി. JB പ്രീസ്റ്റ്ലി എഴുതിയ മനോഹരമായ ഒരു നാടകമാണ് മദേഴ്സ് ഡേ. ഇറ്റ് ഈസ് എ ഹ്യൂമറസ് പോർട്രയൽ ഓഫ് ദി പ്ലൈറ്റ് ഓഫ് എ മദർ ഇൻ ഹെർ ഓൺ ഫാമിലി. സ്വന്തം കുടുംബത്തിലെ ഒരു അമ്മയുടെ ദുരവസ്ഥയുടെ നർമ്മ ചിത്രീകരണമാണിത്. ദി ആക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി ലിവിംഗ് റൂം ഓഫ് ദി പിയേഴ്സൺസ് ഹൗസ്. പിയേഴ്സൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിലാണ് ഈ സംഭവം നടക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്. മിസ്സസ് ആനി പിയേഴ്സൺ ഈസ് ദ മദർ ഇൻ ദ പ്ലേ. നാടകത്തിലെ അമ്മയാണ് ശ്രീമതി ആനി പിയേഴ്സൺ. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ടെൽസ് മിസ്സസ് പിയേഴ്സൺ ടു ബി ബോൾഡ് ഫോർ ഹർ ഗുഡ് ഫ്യൂച്ചർ. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് മിസ്സസ് പിയേഴ്സണോട് അവരുടെ നല്ല ഭാവിക്കായി ധൈര്യമായി ഇരിക്കാൻ പറയുന്നു. ഷീ ഷുഡ് നോട്ട് ആക്ട് ലൈക്ക് എ സർവൻറ്റ് ഇൻ ദ ഫാമിലി. കുടുംബത്തിൽ ഒരു വേലക്കാരിയെ പോലെ പെരുമാറരുത് എന്നാണ് ഫിറ്റ്സ്ജെറാൾഡ് മിസ്സസ് പിയേഴ്സണോട് പറഞ്ഞത്. ബട്ട് മിസ്സസ് പിയേഴ്സൺ കനോട്ട് സ്പീക്ക് അഗെയിൻസ്റ്റ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ. എന്നാൽ ശ്രീമതി പിയേഴ്സണ് ഭർത്താവിനും കുട്ടികൾക്കും എതിരെ സംസാരിക്കാൻ കഴിയില്ല. തേർഡ് പാരഗ്രാഫ്. സോ അപ്പോൺ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്സ് ഇൻസിസ്റ്റൻസ് ദേ എക്സ്ചേഞ്ച് പേഴ്സണാലിറ്റീസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ മാജിക് സ്പെൽ. അങ്ങനെ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ നിർബന്ധപ്രകാരം അവർ ഒരു മാന്ത്രിക മന്ത്രത്തിൻ്റെ സഹായത്തോടെ വ്യക്തിത്വങ്ങൾ കൈമാറുന്നു. Now Mrs. Fitzgerald is in Mrs. Pearson's body. ഇപ്പോൾ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് മിസ്സസ് പിയേഴ്സൻ്റെ ശരീരത്തിലാണ്. ഫസ്റ്റ് ഡോറിസ്, മിസ് പിയേഴ്സൺസ് ഡോട്ടർ, comes and then Cyril,
her son. ആദ്യം മിസ്സിസ് പിയേഴ്സൻ്റെ മകൾ ഡോറിസ് വരുന്നു. തുടർന്ന് മകൻ സിറിൽ വരുന്നു. ഷീ സ്പീക്സ് ടു ദം മേഴ്സിലെസ്ലി. അവർ അവരോട് നിഷ്കരുണം സംസാരിക്കുന്നു. ബോത്ത് ഹർ ഷോക്ക്ഡ് അറ്റ് ദെയർ മദേഴ്സ് ചേഞ്ച്. അമ്മയുടെ മാറ്റത്തിൽ ഇരുവരും ഞെട്ടിപ്പോയി. ഹർ ഹസ്ബൻഡ് ജോർജ് പിയേഴ്സൺ ഓൾസോ ഹാസ് ടു ഫേസ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. അവളുടെ ഭർത്താവ് ജോർജ് പിയേഴ്സണും ഇതേ മനോഭാവത്തെ നേരിടേണ്ടി വന്നു. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്. തിങ്സ് സ്റ്റാർട്ട് ടു വേഴ്സൺ. കാര്യങ്ങൾ വഷളാവാൻ തുടങ്ങുന്നു. ദെൻ ദി റിയൽ മിസ്സിസ് പിയേഴ്സൺ ഇൻ്റർഫിയേഴ്സ്. പിന്നീട് യഥാർത്ഥ മിസ്സിസ് പിയേഴ്സൺ ഇടപെടുന്നു. സീക്രട്ട്ലി ദേ കം ബാക്ക് ടു ദെയർ നോർമൽ സെൽവ്സ്. രഹസ്യമായി അവർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഇൻ ദി എൻഡ് ദേ ഗെറ്റ് ദ ഡിസയേർഡ് റിസൾട്ട്. അവസാനം അവർക്ക് ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നു. ദി പിയേഴ്സൺ ഫാമിലി ഡിസൈഡഡ് ടു സ്പെൻഡ് ടൈം ടുഗദർ ആൻഡ് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ലീവ്സ്. പിയേഴ്സൺ കുടുംബം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തീരുമാനിക്കുകയും മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് പോവുകയും ചെയ്യുന്നു. ഇതോടെ മദേഴ്സ് ഡേ എന്ന ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. സമ്മറി വളരെ നന്നായി എഴുതി പഠിക്കുക, പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.